പ്രാചീന ഈജിപ്ഷ്യൻ പ്രതിമകൾക്ക്, പ്രത്യേകിച്ച് അതിന്റെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക റിയലിസമുണ്ട്. കറുത്ത മിനുസമുള്ള കല്ലുകളും മറ്റും വെളുത്ത പ്രതലത്തിൽ കൊത്തിവെക്കുന്ന രീതി 3300 വർഷം പഴക്കമുള്ള കലയുടെ ഉത്തമ ഉദാഹരണം. ഈ കാണുന്ന സ്ത്രീയുടെ പ്രതിമ തുത്മോസ് എന്ന കലാകാരന്റെ സൃഷ്ടിയാണ്. പക്ഷെ ഒരു കണ്ണിൽ മാത്രമേ കൃഷ്ണമണിയുള്ളൂ. മറ്റതിൽ പശ പോലെ ഒന്നിന്റെ ഒരു അംശം പോലും കിട്ടാത്ത ശാസ്ത്രലോകം ഇത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ കല പഠിപ്പിക്കുന്ന സാമ്പിൾ പ്രതിമ പോലെ ഉപയോഗിച്ച ഒന്നായിരുന്നു എന്ന് അനുമാനിക്കുന്നു. പക്ഷേ ഇതിലെ നീലത്തൊപ്പി സവിശേഷമാണ്. ഈജിപ്തിനെ സൂര്യനെ കേന്ദ്രീകരിച്ചുള്ള ഏകമത വിശ്വാസത്തിലേക്ക് നയിച്ച അമ്മൻഹോട്ടപ്പ് നാലാമൻ അഥവാ നമ്മൾ മുൻപ് കണ്ട അഖ്നാദന്റെ പ്രധാന പത്നി നെഫർട്ടിറ്റിയുടെ അലങ്കാരവുമായി ഇതിന് നല്ല സാമ്യമുണ്ട്. അഖ്നാദൻ തന്റെ സഹോദരിയിലുണ്ടായ തുത്തഖാമുൻ എന്ന മകനെ നമ്മൾ കണ്ടു. തുത്തഖാമുന്റെ രണ്ടാനമ്മ നെഫർട്ടിറ്റിയുടെ മകൾ അനക്സനുമുനിയാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. ഈ പേരൊക്കെ ദ മമ്മി റിട്ടേൺസ് സിനിമ കണ്ടവർക്ക് പരിചിതമായിരിക്കും. നിലനിന്നിരുന്ന വിശ്വാസങ്ങൾ മാറ്റിയ അഖ്നാദന്റെ കാലത്തെ, ഭരണത്തെ, ഓർമ്മകളെ മറയ്ക്കാനും മായ്ക്കാനും പിൻതലമുറ നന്നായി ശ്രമിച്ചു. അതിനിടയിൽ നെഫർട്ടിറ്റിയുടെ മമ്മിയും കല്ലറയുടെ ലൊക്കേഷനും മറ്റു വിവരങ്ങളും നശിപ്പിക്കപ്പെട്ടു. പക്ഷേ ഈ നീലത്തൊപ്പി അവരുടെ സിഗ്നേച്ചർ ലുക്കാണ്. 1912 കണ്ടെത്തിയ ഈ പ്രതിമയും ഇന്ന് ഈജിപ്ഷ്യൻ ചരിത്ര പ്രേമികളുടെ ഇടയിൽ പ്രശസ്തമാണ്. 1912 കണ്ടെത്തിയ ഈ പ്രതിമയും ഇന്ന് ഈജിപ്ഷ്യൻ ചരിത്ര പ്രേമികളുടെ ഇടയിൽ പ്രശസ്തമാണ്. ഇത് എക്സ്കവേറ്റ് ചെയ്ത് കണ്ടെത്തിയത് ജർമ്മൻ ആർക്കിയോളജിസ്റ്റുകളാണ്. ശേഷം പലവട്ടം ഈജിപ്തുകാർ തിരിച്ചാവശ്യപ്പെട്ടെങ്കിലും ഇന്നും ഇത് ബെർലിൻ മ്യൂസിയത്തിലാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്.